WWE സ്പെഷ്യൽസ് റസൽ പലൂസയുടെ മാച്ച് കാർഡ് പ്രഡിക്ഷൻസ് ആണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ഇതുവരേക്കും റസൽ പലൂസയിൽ 5 മാച്ചാണ് കൺഫേം ചെയ്തിട്ടുള്ളത്. ഇനി മാച്ചൊന്നും ആഡ് ആവാൻ ചാൻസ് ഇല്ല. അപ്പോൾ ഈ കൺഫേം ചെയ്തിട്ടുള്ള 5 മാച്ചുകളിൽ ആർക്കൊക്കെയാണ് വിജയസാധ്യത കൂടുതൽ എന്ന് നോക്കാം. പിന്നെ റസൽ പലൂസ എപ്പോഴാണ് കാണാൻ സാധിക്കുക, ഡേറ്റ് സമയം എപ്പോഴാണ് എന്ന് ചോദിക്കുകയാണെങ്കിൽ അത് നമ്മുടെ എല്ലാ വീഡിയോയിലും കൊടുക്കുന്നുണ്ട് ഫസ്റ്റിലെ തന്നെ. എന്നാലും ജസ്റ്റ് ഒന്ന് പറയാം, ഈ ഞായറാഴ്ച രാവിലെ 4:30 റസൽ പലൂസ നമ്മൾക്ക് ലൈവായിട്ട് കാണാൻ സാധിക്കുക. നമ്മൾ ഫസ്റ്റ് നോക്കാൻ പോകുന്ന മാച്ച് വുമൻസ് വേൾഡ് ചാമ്പ്യൻഷിപ്പ് മാച്ചാണ്. നമ്മൾക്കറിയാം, വുമൻസ് വേൾഡ് ചാമ്പ്യൻ ആയിരുന്ന നയോമി പ്രഗ്നന്റ് ആയതുകൊണ്ട് ചാമ്പ്യൻഷിപ്പ് റിലിംഗ്വിഷ് ചെയ്ത് പോയി. ഇപ്പോൾ പുതിയ ചാമ്പ്യനെ കണ്ടെത്താൻ വേണ്ടിയിട്ടാണ് ഈ മാച്ച്. അപ്പോൾ ഈ മാച്ച് നടക്കാൻ പോകുന്നത് സ്റ്റെഫനി വാൽക്കിയർ വേഴ്സസ് ഇയോ സ്കൈ ഇവർക്കാണ്. അപ്പോൾ ഈ മാച്ച് എന്തായാലും കാണാൻ മറക്കരുത്. വേറെ ലെവൽ മാച്ച് ആയിരിക്കും. രണ്ടുപേരും നല്ല കഴിവുള്ള റെസ്ലേഴ്സാണ്. ഇവരുടെ ഇഷ്ടത്തിന് ഫൈറ്റ് ചെയ്യാൻ വിട്ട ഒരു കിടിലൻ മാച്ച് നമ്മൾക്ക് കാണാം. അതായത് WWE ഇടപെടാതെ ഒരുപാട് ഫിനിഷർ കിക്കൗട്ട് ചെയ്തുകൊണ്ട് മാച്ച് മുന്നോട്ട് കൊണ്ടുപോയാൽ പൊടിച്ചെടുക്കും. അത്രമാത്രം കഴിവുള്ള 2 റെസ്ലേഴ്സാണ് ഫൈറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഈ മാച്ചിൽ ആർക്കാണ് വിജയസാധ്യത കൂടുതൽ എന്ന് ചോദിക്കുകയാണെങ്കിൽ ഈ മാച്ചിൽ 100% സ്റ്റെഫനി വാൽക്കിയർ വിൻ ചെയ്ത് ന്യൂ വുമൻസ് വേൾഡ് ചാമ്പ്യൻ ആവാനാണ് ചാൻസ് ഉള്ളത്. ഇത് തന്നെയാണ് നയോമി ഉള്ള സമയത്തും സംഭവിക്കാനിരുന്നത്. പക്ഷെ അവർ പ്രഗ്നൻ്റ് ആയതുകൊണ്ട് ആ പ്ലാനും കാര്യങ്ങളെല്ലാം ക്യാൻസലായി പോയി. അപ്പോൾ ഇയോ സ്കൈയുടെ കൂടെ നടക്കുന്ന മാച്ചിൽ സ്റ്റെഫനി വാൽക്കിയറാണ് വിൻ ചെയ്യാൻ പോകുന്നത്. പിന്നെ ഈ മാച്ചിൻ്റെ അവസാനത്തിൽ ആസ്ക കൈരി സൈൻ വന്നുകൊണ്ട് ഇയോ സ്കൈ തോൽക്കുന്നത് പോലെ കാണിക്കാൻ ചാൻസ് ഉണ്ട് എന്ന് പറയുന്നു. അപ്പോൾ അങ്ങനെയൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ പടു തോൽവിയായിരിക്കും. അതായത് മാച്ചിൻ്റെ അർത്ഥം തന്നെ പോയി കിട്ടും. അപ്പോൾ എൻ്റെ അഭിപ്രായത്തിൽ ഈ മാച്ചിൽ ആസ്ക കൈരി സൈൻ ഇവരൊന്നും വരാൻ പാടില്ല. സ്റ്റെഫനി വാൽക്കിയർ ക്ലീൻ ആയിട്ട് ഇയോ സ്കൈനെ തോൽപ്പിക്കണം. എന്നാൽ മാത്രമേ അവർ ചാമ്പ്യൻഷിപ്പ് വിൻ ചെയ്യുമ്പോൾ ഒരർത്ഥം ഉണ്ടാകൂ. അപ്പോൾ ഈ മാച്ചിൽ എൻ്റെ പ്രൊഡിക്ഷൻ സ്റ്റെഫനി വാൽക്കിയർ ന്യൂ വുമൻസ് വേൾഡ് ചാമ്പ്യൻ. ആസ്ക കൈരി സൈൻ ഈ മാച്ചിൽ വരാതിരിക്കട്ടെ. അടുത്ത മാച്ച് ടാഗ് ടീം മാച്ച് ദി ഉസോസ് വേഴ്സസ് ബ്രോൺസൺ റീഡ് ആൻഡ് ബ്രോൺ ബ്രേക്കർ. ഇവർക്കാണ് ഈ ടാഗ് ടീം മാച്ച് നടക്കാൻ പോകുന്നത്. അപ്പോൾ ഈ മാച്ചിൽ വിജയിക്കാൻ സാധ്യതയുള്ളതായിട്ട് ബ്രോൺസൺ റീഡ് ബ്രോൺ ബ്രേക്കറിന്റെ പേരാണ് വരുന്നത്. എങ്കിലും ഉസോസ് ടീം ഒരുപാട് നാളുകൾക്ക് ശേഷം റീയൂണിയൻ ചെയ്ത് ടാഗ് ടീം മാച്ചിൽ മത്സരിക്കുന്നതുകൊണ്ട് ഈ മാച്ചിൽ ഉസോസ് വിൻ ചെയ്യും എന്നാണ് ഞാൻ പറയുന്നത്. അതായത് ഈ മാച്ചിന്റെ അവസാനം LA Knight ഇടപെട്ടുകൊണ്ട് ബ്രോൺസൺ റീഡ് ബ്രോൺ ബ്രേക്കർ ഇവരുമായിട്ട് സ്പാർക്ക് വരാൻ ചാൻസ് ഉണ്ട്. ആ ഒരു അവസരം ഉപയോഗിച്ചുകൊണ്ട് ഉസോസ് ഈ മാച്ച് വിൻ ചെയ്യും. ഇതേ സംഭവം തന്നെ തിരിച്ചു നടക്കാൻ ചാൻസ് ഉണ്ട്. അതായത് LA Knight കാരണം ഉസോസ് ടീം തോൽക്കുന്നത് പോലെയും കാണിച്ചേക്കാം. ബ്രോൺ ബ്രേക്കർ ബ്രോൺസൺ റീഡ് വിൻ ചെയ്തേക്കാം. പക്ഷെ ഈ മാച്ചിൽ എൻ്റെ പ്രൊഡിക്ഷൻ ഉസോസ് ഈ മാച്ച് വിൻ ചെയ്യും എന്നാണ്. നോക്കാം ഈ മാച്ചിൽ ഏത് ടീമാണ് വിൻ ചെയ്യാൻ പോകുന്നത് എന്ന്. അടുത്ത മാച്ചും ടാഗ് ടീം മാച്ചാണ്. സാധാരണ ടാഗ് ടീം മാച്ച് അല്ല, മിക്സഡ് ടാഗ് ടീം മാച്ച്. വേൾഡ് ചാമ്പ്യൻ സെത്ത് റോളൻസ്, IC ചാമ്പ്യൻ ബെക്കി ലിഞ്ച് വേഴ്സസ് CM Punk ആൻഡ് AJ Lee ഇവർക്കാണ് ഈ മാച്ച് നടക്കാൻ പോകുന്നത്. അപ്പോൾ ഈ മാച്ചിനെ പറ്റി നോക്കുമ്പോൾ വളരെയധികം പ്രതീക്ഷയുള്ള ഒരു മാച്ചാണ്. എന്നാൽ ഈ റോ എപ്പിസോഡിൽ ഇവരുടെ സെഗ്മെൻറ്റ് പകുതി മുക്കാലും ആളുകൾക്ക് ഇഷ്ടപ്പെട്ടിട്ടില്ല. അപ്പോൾ അതിൻ്റെ കാരണം എന്താണെന്ന് വെച്ചാൽ എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചത് AJ Leeയെ പെട്ടെന്ന് കൊണ്ടുവന്നതുകൊണ്ടാണ്. അതായത് സ്മാക്ക് ഡൗൺ എപ്പിസോഡിൽ റിട്ടേൺ ചെയ്ത് റസൽ പലൂസയ്ക്ക് വേണ്ടി എല്ലാം വളരെ പെട്ടെന്ന് ചെയ്യുന്നത് പോലെ കാണിച്ചതുകൊണ്ടാണ് മൊത്തത്തിൽ കയ്യിൽ നിന്നും പോയിട്ടുള്ളത്. WWE ആദ്യം ചെയ്ത പ്ലാൻ തന്നെയായിരുന്നു നല്ലത്. അതായത് റസൽ പലൂസയിൽ CM Punkന്റെ പാർട്ട്ണറായിട്ട് റിയ റിപ്ലി വരുന്നതായിട്ടും ശേഷം മാച്ചിന്റെ അവസാനത്തിൽ AJ Lee റിട്ടേൺ ചെയ്തുകൊണ്ട് അതിനുശേഷമൊക്കെയാണ് ഇവർക്ക് WWE പ്ലാൻ ചെയ്ത് വെച്ചിരുന്നത്. അപ്പോൾ ഇതായിരുന്നു നല്ലത്. അതായത് AJ Leeയുടെ റിട്ടേൺ റസൽ പലൂസയിലായിരുന്നുവെങ്കിൽ വേറെ ലെവലായേനെ. അതും 10 വർഷമൊക്കെ കഴിഞ്ഞാണ് വരുന്നത്. അപ്പോഴാണ് ഈ കുരങ്ങന്മാർ അത് സ്മാക്ക് ഡൗണിൽ കൊണ്ടുവച്ചത്. സംഭവം സ്മാക്ക് ഡൗണിലും സെറ്റായിരുന്നു. എന്നാൽ അതിനേക്കാൾ ട്രിപ്പിൾ ഇരട്ടിയായേനെ ഈ ഒരു സ്പെഷ്യൽസിൽ വന്നിരുന്നുവെങ്കിൽ. അപ്പോൾ WWE ആദ്യം ചെയ്ത പ്ലാൻ, അതായത് റിയ റിപ്ലിനെ ആഡ് ചെയ്തുകൊണ്ടുള്ള പ്ലാൻ ചെയ്യായിരുന്നുവെങ്കിൽ ഇത് നമ്മൾക്ക് ബോറടിക്കില്ലായിരുന്നു. ഇനി മാച്ചിലേക്ക് വരാം. മാച്ച് നല്ല അടിപൊളി മാച്ച് ആവാനുള്ള ചാൻസ് ഉണ്ട്. ഈ മാച്ചിന്റെ അവസാനത്തിൽ ആർക്കാണ് വിജയസാധ്യത കൂടുതൽ എന്ന് ചോദിക്കുകയാണെങ്കിൽ ഈ മാച്ചിൽ CM Punk ആൻഡ് AJ Lee ടീമാണ് വിൻ ചെയ്യാൻ പോകുന്നത്. അതിൻ്റെ ഒരു സൂചന റോയിൽ തന്നെ കാണിച്ചിട്ടുണ്ട്. അതായത് ബെക്കി ലഞ്ച് മാൻ ഹാൻഡിൽ സ്ലാം ഫിനിഷർ AJ Leeയെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതെല്ലാം വെച്ച് കണക്ട് ചെയ്ത് നോക്കുമ്പോൾ മാച്ചിൻ്റെ അവസാനം AJ Lee ബെക്കി ലഞ്ചിനെ സബ്മിഷൻ ചെയ്തോ
അല്ലെങ്കിൽ ക്ലീൻ ആയിട്ടോ പിൻ ചെയ്ത് ഈ മാച്ചിൽ AJ Lee CM Punk വിൻ ചെയ്യാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ സെത്ത് CM Punk എവിടെ എന്ന് ചോദിച്ചാൽ അവർ ചിലപ്പോൾ ഫൈറ്റ് ചെയ്ത് ബാക്ക് സ്റ്റേജിന്റെ അവിടേക്കോ എൻട്രൻസിന്റെ അവിടേക്കോ പോയേക്കാം. അപ്പോൾ എന്തായാലും ഈ മാച്ചിൽ AJ Lee CM Punk ഇവരാണ് വിൻ ചെയ്യാൻ പോകുന്നത്. AJ Lee 10 വർഷം കഴിഞ്ഞ് ചെയ്യുന്ന ഒരു മാച്ചാണ്. ആ മാച്ചിലൊന്നും കൊണ്ടുപോയി എന്തായാലും WWE തോൽപ്പിക്കില്ല. അപ്പോൾ ഈ മാച്ചിൽ എന്റെ പ്രൊഡിക്ഷൻ CM Punk ആൻഡ് AJ Lee. അടുത്ത മാച്ച് അൺഡിസ്പ്യൂട്ടഡ് WWE ചാമ്പ്യൻഷിപ്പ് മാച്ച്. WWE ചാമ്പ്യൻ കോഡി റോഡ്സ് വേഴ്സസ് ഡ്രൂ മാക്കിൻടയർ. ഇവർക്കാണ് ഈ മാച്ച് നടക്കാൻ പോകുന്നത്. അപ്പോൾ ഈ മാച്ചിൽ ആർക്കാണ് വിജയ സാധ്യത കൂടുതൽ എന്ന് ചോദിച്ചാൽ ഈ മാച്ചിൽ കറക്റ്റ് ആയിട്ടുള്ള റിസൾട്ട് ഉണ്ടാവാൻ ചാൻസ് ഇല്ല. അതായത് ഇവരുടെ സ്റ്റോറി ലൈൻ കറക്റ്റ് ആയിട്ടൊന്നും WWEക്ക് കൊണ്ടുപോകാൻ സാധിച്ചിട്ടില്ല. കോഡി റോഡ്സ് മൂവി ഷൂട്ടിന് പോയതുകൊണ്ട് ഇവർക്ക് തമ്മിൽ അധികം സെഗ്മെന്റ് വെക്കാനും സാധിച്ചില്ല. ആകെ കൂടി ഡ്രൂ മാക്കിൻടയർ അറ്റാക്ക് ചെയ്യുന്ന സെഗ്മെന്റ് മാത്രമാണ് നടന്നത്. അപ്പോൾ അതെല്ലാം വെച്ച് നോക്കുമ്പോൾ ഇത് ക്ലീൻ ആയിട്ടുള്ള റിസൾട്ട് ഉണ്ടാവാൻ ചാൻസ് ഇല്ല. ഈ മാച്ച് ഡിസ്ക്വാളിഫിക്കേഷൻ ആവാനാണ് ചാൻസ് ഉള്ളത്. പിന്നീട് ഇവര് ഭയങ്കരമായി ഫൈറ്റ് ചെയ്യുമ്പോൾ പലരും പിടിച്ചു മാറ്റാൻ വരുന്നത് പോലെയൊക്കെ കാണിച്ചേക്കാം. എന്നാൽ ഇതിന്റെ അവസാനത്തിൽ ഒരു ട്വിസ്റ്റ് സംഭവിക്കാൻ ചാൻസ് ഉണ്ട്. അതായത് കോഡി റോഡ്സ് സെലിബ്രേറ്റ് ചെയ്ത് റിങ്ങിൽ നിൽക്കുമ്പോൾ നമ്മുടെ റാൻഡി ഓർട്ടൻ അവിടെ വന്നുകൊണ്ട് കോഡി റോഡ്സിനെ ആർക്കെയോ ചെയ്ത് വില്ലനായി മാറാനുള്ള ഒരു സാധ്യതയുണ്ട്. എന്തുകൊണ്ടാണ് ഇങ്ങനെ പറയുന്നതെന്ന് വെച്ചാൽ റാൻഡി ഓർട്ടന് ഇഞ്ചുറി ആണ് എന്ന് WWE പറഞ്ഞിട്ടുണ്ട്. അപ്പം അതെല്ലാം വെച്ച് നോക്കുമ്പോൾ റാൻഡി ഇങ്ങനെ വന്ന് ചെയ്ത് വില്ലനാകുമോ എന്നൊരു ഡൗട്ട്. അപ്പോൾ ഇതിനൊരു സാധ്യതയുണ്ട്. അമിത പ്രതീക്ഷ വെക്കേണ്ട. ഒരു 70% ചാൻസ് ഉണ്ട് റാൻഡി ഓർട്ടൻ വന്ന് കോഡിനെ അറ്റാക്ക് ചെയ്യാനായിട്ട്. അപ്പോൾ ഇതെങ്ങാനും സംഭവിച്ചാൽ റാൻഡി ഓർട്ടൻ്റെ റേഞ്ചേ മാറും. പിന്നെ തോറ്റുകൊണ്ടിരുന്ന റാൻഡിയെ നമ്മൾക്ക് കാണാൻ സാധിക്കില്ല. അപ്പോൾ ഈ മാച്ചിൽ ക്ലീൻ റിസൾട്ട് ഇല്ല. ഇങ്ങനെയൊക്കെയാണ് സംഭവിക്കാൻ പോകുന്നത്. അപ്പോൾ റാൻഡി വരാണെങ്കിൽ ഇവരുടെ സ്റ്റോറി ട്രിപ്പിൾ ത്രെഡ് ആകും. ഇല്ല എങ്കിൽ ഡ്രൂ മാക്കിൻടയറുമായിട്ടുള്ള സ്റ്റോറി വീണ്ടും കണ്ടിന്യൂ ചെയ്യും. അടുത്ത മാച്ച് റസൽ പലൂസ മെയിൻ ഇവന്റ് മാച്ചാണ്. ജോൺ സീന വേഴ്സസ് ബ്രോക്ക് ലെസ്നർ ഇവർക്കാണ്. അപ്പോൾ ഈ മാച്ച് വേറെ ലെവൽ മാച്ച് ആവാനുള്ള ചാൻസ് ഉണ്ട്. അതുപോലെ തന്നെ ജോൺ സീന ബ്രോക്ക് ഇവര് അവസാനമായി ചെയ്യാൻ പോകുന്ന മാച്ചും ഇതാണ്. അപ്പോൾ ഈ മാച്ചിൽ ആർക്കാണ് വിജയ സാധ്യത കൂടുതൽ എന്ന് ചോദിക്കുകയാണെങ്കിൽ അതിനെപ്പറ്റി ഞാൻ മുമ്പ് വീഡിയോ ചെയ്തിട്ടുണ്ട്. എന്നാലും പറയാം, ഈ മാച്ചിൽ ജോൺ സീന വിൻ ചെയ്യാനാണ് ചാൻസ് ഉള്ളത്. ജോൺ സീന വിൻ ചെയ്തതിന് ശേഷം ബ്രോക്ക് ലെസ്നർ ജോൺ സീനയെ ഭയങ്കരമായി അറ്റാക്ക് ചെയ്ത് പോയേക്കാം. പിന്നീട് ജോൺ സീന റിങ്ങിൽ നിൽക്കുന്ന സമയത്ത് ജോൺ സീനയുടെ അടുത്ത എതിരാളി ആരാണ് എന്നുള്ളതും ഇതേ ഷോയിൽ നമുക്ക് കാണാൻ സാധിക്കുമെന്നാണ് പറയുന്നത്. അതായത് അവർ വന്നുകൊണ്ട് ജോൺ സീനയെ അറ്റാക്ക് ചെയ്യുമെന്ന്. അപ്പോൾ അതാരായിരിക്കുമെന്നറിയില്ല. എന്തായാലും നമുക്ക് നോക്കാം. ചില റൂമറിൽ ക്രിസ് ജെറിക്കോയാണ് വരാൻ പോകുന്നത് എന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷേ AEWമായിട്ടുള്ള ഡീലൊക്കെ നോക്കുമ്പോൾ അതിന് ചാൻസ് ഒന്നും കാണുന്നില്ല. നോക്കാം ആരാണ് വരാൻ പോകുന്നത് എന്ന്. അവിടെ AJ സ്റ്റൈൽസിനൊക്കെ കൊണ്ടുവന്നാൽ വേറെ ലെവലായിരിക്കും. പക്ഷെ അതിനൊന്നും സാധ്യതയില്ല. പിന്നെ ജോൺ സീന ബ്രോക്ക് ലെസ്നർ ഇവരുടെ ഈ ഒരു മാച്ചിന് മറ്റൊരു പ്രശ്നം കൂടിയുമുണ്ട്. അതായത് ഫാൻസിന് അത്രയ്ക്ക് അങ്ങോട്ട് തൃപ്തി ഈ മാച്ചിന്റെ സ്റ്റോറി ലൈനിൽ വന്നിട്ടില്ല. അതായത് ജോൺ സീന ബ്രോക്ക് ലെസ്നർ ഇവർക്ക് നേരിട്ട് കണ്ടുമുട്ടുന്ന, അതായത് ഫേസ് ടു ഫേസ് ഉള്ള ഒരു സെഗ്മെന്റ് പോലും വെച്ചില്ല. ബ്രോക്ക് സ്മാക്ക് ഡൗണിൽ വന്ന് R-Truthന്റെ കൂടെ സെഗ്മെന്റ് ചെയ്തു. സീന റോയിൽ വന്ന് ബ്രോക്ക് ലെസ്നറെ തോൽപ്പിക്കും ആ ഒരു ടൈപ്പിലൊക്കെ പറഞ്ഞുകൊണ്ട് പോയി. എന്നാൽ ആകെ കൂടി കാണിച്ചത് ജോൺ സീനയെ 2 പ്രാവശ്യം വന്നുകൊണ്ട് ബ്രോക്ക് ലെസ്നർ അറ്റാക്ക് ചെയ്തുകൊണ്ട് F5 എല്ലാം ചെയ്ത് പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇവർക്ക് തമ്മിൽ ഒരു ഫേസ് ടു ഫേസ് സെഗ്മെന്റ് WWEക്ക് വെക്കാമായിരുന്നു. കാരണം ലാസ്റ്റ് നടക്കാൻ പോകുന്ന മാച്ചാണ്. ഇനി ഈ മാച്ചൊന്നും നമ്മൾ കാണില്ല. അപ്പോൾ ഇവർക്ക് ലാസ്റ്റായിട്ട് ഒരു ഫേസ് ടു ഫേസ് സെഗ്മെന്റ് വെക്കാമായിരുന്നു. അപ്പോൾ ഫാൻസിൻ്റെ അഭിപ്രായമാണ് ഞാൻ ഈ പറഞ്ഞത്. എനിക്കും അതിനോട് യോജിപ്പുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് ഈ വീഡിയോയിൽ പറയാനായിട്ടുള്ളത്. നിങ്ങൾക്ക് നിങ്ങളുടെ പ്രൊഡിക്ഷൻസും കമൻറ്റ് ചെയ്യാവുന്നതാണ്. പിന്നെ മറക്കണ്ട, ഈ ഞായറാഴ്ച രാവിലെ 4:30 മാക്സിമം ലൈക്ക് അടിച്ച് സപ്പോർട്ട് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്.